പ്രിയ ബഹുമാനപ്പെട്ട ചരിത്ര സ്നേഹികൾക്ക് സ്നേഹവന്ദനം. സത്യാധിഷ്ഠിതമായ ചരിത്രരചന മനുഷ്യ മനസ്സുകളുടെ മൃതസഞ്ജീവനിയായി പരിണമിക്കും എന്ന ചിന്ത പങ്കുവെച്ചുകൊണ്ട് ഡീകോഡിംഗ് ഹിസ്റ്ററി ബൈ ആൻ്റണി പുത്തൂരിൻ്റെ 12ാം ഭാഗത്തേക്ക് ചരിത്രപ്രേമികളായ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. പുരാതന ശിക്ഷാരീതികളും കുരിശിൻ്റെ ചരിത്രവും എന്ന വിഷയത്തിൻ്റെ 5ാം ഭാഗമാണ് ഇവിടെ നാം വിശകലനം ചെയ്യുക. കാണികൾക്ക് ഒരു മുന്നറിയിപ്പായിട്ടായിരുന്നു റോമിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കുറ്റവാളികളെ ജനത്തിരക്കേറിയ തെരുവുകളിലൂടെ കൊണ്ടുപോയിരുന്നത്. വധസ്ഥലത്ത് ആ യാത്ര എത്തിക്കഴിയുമ്പോൾ പട്ടാളക്കാർ കുറ്റവാളിയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റുകയും നഗ്നത മറക്കുവാനായിട്ട് മാത്രമായി അല്പവസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. ബാക്കി വസ്ത്രങ്ങൾ നല്ലതെങ്കിൽ പട്ടാളക്കാർ ഭാഗിച്ചെടുക്കുകയോ നറുക്കിട്ട് എടുക്കുകയോ ചെയ്യുകയായിരുന്നു പതിവ്. നല്ലതല്ലെങ്കിൽ ആ വസ്ത്രങ്ങൾ അഗ്നിക്ക് ഇരയാക്കും. തുടർന്ന് കുറ്റവാളിയെ മലർത്തി കിടത്തുകയും 2 കൈകളും കാലുകളും ബലമായി പിടിച്ച് 2 കൈപ്പത്തികളുടെയും നടുവിൽ, അതായത് ഉള്ളം കൈയിൽ ആണി തറച്ച് കഴുത്തിന് കീഴെ വെച്ചിരിക്കുന്ന മരക്കഷ്ണത്തോട് ബന്ധിപ്പിക്കുന്നു. നെടിയതും വധസ്ഥലത്ത് നേരത്തെ സ്ഥാപിച്ചിട്ടുള്ളതുമായ മരത്തിലേക്ക് അവനെ കാട്ടുവള്ളികൾ ഉപയോഗിച്ച് വലിച്ചു കയറ്റുമ്പോൾ ശരീരഭാരം കൊണ്ട് കൈകൾ പറിഞ്ഞു പോകാതിരിക്കുവാനായി കാട്ടുവള്ളികൾ കൊണ്ട് തന്നെ ഇടം കൈയുടെയും വലം കൈയുടെയും മധ്യഭാഗത്തും കണം കൈയും ആ കുറുകെ വരേണ്ട ഭാഗത്ത് മരത്തിൻ്റെ ഭാഗത്ത് ബന്ധിപ്പിക്കുന്നു. നെടിയ ഭാഗത്തേക്ക് കുറ്റവാളിയോടൊപ്പം കുറിയ ഭാഗം വലിച്ചു കയറ്റിയതിന് ശേഷം കാൽപാദങ്ങൾ വരുന്ന ഭാഗത്ത് ഒരു മരക്കട്ട ആണിയടിച്ച് ഉറപ്പിക്കുന്നു. അതിനുശേഷം കുറ്റവാളിയുടെ പാദങ്ങൾ വലിച്ച് ആ മരക്കട്ടയിൽ ബലമായി കൊണ്ടുവന്ന് കാൽപാദങ്ങളുടെ നടുഭാഗത്ത് ആണിയടിച്ച് അതും മരത്തോട് ചേർക്കുന്നു. ഇതായിരുന്നു കുരിശാരോഹണത്തിൻ്റെ ആദ്യ രീതി റോമിൽ. പിന്നീട് എപ്പോഴോ കുരിശ് തന്നെ കുറ്റവാളികളെ കൊണ്ട് ചുമപ്പിക്കുവാനും വധസ്ഥലത്തെത്തുമ്പോൾ അയാളെ കുരിശിൽ മലർത്തിക്കിടത്തി കൈകളും കാലുകളും ബലമായി പിടിച്ച് ആണികൾ കൊണ്ട് കുരിശിനോട് ചേർത്ത് അറച്ചു വയ്ക്കുകയും കൈകൾ ശരീരഭാരത്താൽ പറിഞ്ഞു പോകാതിരിക്കുവാനായിട്ട് മണിബന്ധം, അതായത് കണങ്കൈ, കാട്ടുവള്ളി ഉപയോഗിച്ച് മരത്തോടൊപ്പം ചേർത്ത് കെട്ടുകയും ചെയ്യുന്ന രീതി പ്രചാരത്തിലായി എന്ന് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. കുറ്റം രേഖപ്പെടുത്തിയ ഫലകം കുരിശിൻ്റെ മുകളറ്റത്ത് ആണിയടിച്ച് ഉറപ്പിക്കുകയും കുരിശ് കുറ്റവാളിയോടൊപ്പം ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്തുകയും മരണം ഉറപ്പാക്കുന്നതിനായി കുറ്റവാളിയുടെ കണങ്കാല് അടിച്ചൊടിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമായിരുന്നു പട്ടാളക്കാരുടെ മടക്കം. കണങ്കാൽ അടിച്ചു തകർത്തിട്ടും മരിക്കുന്നില്ല എന്ന് കണ്ടാൽ കുറ്റവാളിയുടെ വക്ഷസിൽ കുന്തം കൊണ്ട് കുത്തി ആഴമേറിയ മുറിവേൽപ്പിക്കുന്നതും പതിവായിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയരെ, ഡീകോഡിംഗ് ഹിസ്റ്ററി ബൈ ആൻ്റണി പുത്തൂരിലൂടെ ഉള്ള കുരിശിൻ്റെ ചരിത്രം തുടരുകയാണ്. ശേഷം ഭാഗം അടുത്ത എപ്പിസോഡിൽ വിശകലനം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടും എൻ്റെ ഈ ചരിത്ര വിശകലനം ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തുമൊക്കെ സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി, നമസ്കാരം.